ഹലോ സുഖല്ലേ? ഇന്ന് എന്റെ മെസ്സാണ് മിനിയാന്ന് ചോദിച്ചിട്ട് ചിക്കന്റെ റെസിപ്പി എന്താണെന്ന് ഇന്നാ പിടിച്ചോ. ഇതിലേക്ക് വേണ്ടത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അതുപോലെ തന്നെ കുറച്ച് മല്ലിച്ചപ്പ്, പിന്നെ കരിയാമിന്റെ ഇല, കാശ്മീരി ചില്ലി, മഞ്ഞപ്പൊടി, പെരിഞ്ജീരകത്തിന്റെ പൊടി, പെപ്പർ, കുറച്ച് വറ്റൽ മുളകും വേണം കേട്ടോ. അത് കാണിക്കാൻ പറ്റും. അതിന്റെ മുകളിലേക്ക് നാരങ്ങ ബിയ, കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് നല്ല പാങ്ങിൽ അങ്ങ് മിക്സ് ആക്കുക. മിക്സ് ആക്കിയതിന് ശേഷം നല്ല പാങ്ങിൽ അടുത്ത് വെച്ചിട്ട് വെക്കുക. റെസ്റ്റ് എടുക്കട്ടെ. ചിക്കന് റെസ്റ്റ് എടുക്കുമ്പോൾ നമുക്ക് കറി ഉണ്ടാക്കാണ്ട് നാളത്തേക്കുള്ള കറി എന്തെങ്കിലും വേണ്ട. അപ്പൊ കുറച്ച് മീൻ കറി ആക്കാന്ന് വിചാരിച്ചു. ഇതിലേക്കാണെങ്കിൽ ജീരകം, മുളക് പൊടി, മഞ്ഞപ്പൊടി, അതുപോലെ തന്നെ ഫിഷ് മസാലയും തേങ്ങ ഇട്ടിട്ട് നല്ല മിക്സിയിൽ അടിക്കാം. അത് നേരെ ചട്ടിയിലേക്ക് ഒഴിക്കുക. ആടെ തളിച്ചോണ്ടെങ്കിൽ പുളി വേണം കേട്ടോ. പിന്നെ ഉള്ളി, തക്കാളി, അതുപോലെ തന്നെ പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളിയും. ഇതിനിക്ക് പിന്നെ വലിയ അളവും കാര്യമൊന്നും ഇല്ല കേട്ടോ. മസാല ഇടുമ്പോൾ നമ്മളതായ ഒരു അളവിനങ്ങ് മസാല ഇടും, അങ്ങ് ഉണ്ടാക്കും. അതിലേക്ക് മീനൂടാ, എന്നിട്ട് കുറച്ച് സമയം അവിടെ തളിച്ചോട്ട്. ഹമ്മൂസ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചിട്ട് പീടിയിൽ നിന്ന് ഡിപ്പ് കിട്ടും. ഇങ്ങനത്തെ ആ ഡിപ്പും പിന്നെ തഹീനയും വേണം, 2 വെളുത്തുള്ളി. തഹീനാണെങ്കിൽ 1 ടീസ്പൂൺ എടുക്കാൻ മതി കേട്ടാ, അത്രേ വേണ്ട. കുറച്ച് വെള്ളം, കുറച്ച് ഒലിവ് ഒഴിച്ചിട്ട് നല്ല പാല് മിക്സിയിൽ അങ്ങ് അടിക്കുക. ഞാൻ ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. വല്ല മാറ്റം ഉണ്ടെങ്കിൽ അറിയിക്കും. അതിന്റെ ഇടയ്ക്ക് മീൻകറി നല്ല പാങ്ങിലായിട്ടുണ്ട് കേട്ടോ, മാഷാ അല്ലാഹ്. അമ്മൂസ് നേരെ പ്ലേറ്റിലേക്ക് എടുക്കുക. ചെറുങ്ങനെ ഡിസൈൻ ആക്കുക. അതിന്റെ മുകളിൽ ഒലിവ് ഒഴിച്ചിട്ട് അവിടെ സെറ്റ് ആക്കിട്ട് വെക്കുക. ആ പണി മൊത്തം കഴിഞ്ഞ് എന്നെ ചിക്കൻ പൊരിക്കല്, അതാണ് മെയിൻ. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചെറിയ ഫ്ലെയിമിൽ മസാലയൊന്നും ഇങ്ങനെ കരിയാതെ നല്ല രീതിയിൽ മൊരിച്ചിട്ട് എടുക്കുക. എന്നിട്ടോ ചൂടോടെ കൂടെ നേരെ ടേബിളിലേക്ക് വെക്കുക. എല്ലാരെയും വിളിച്ചിട്ട് വരുത്തുക. ആ ചിക്കന്റെ മുകളിലേക്ക് കുറച്ച് നാരങ്ങ പിഴിഞ്ഞിട്ട് കുറച്ച് ആ കെച്ചപ്പിലും അമ്മൂസിലേക്ക് മുക്കിയിട്ട് തിന്നുമ്പോണ്ടല്ല ആ മോനെ അൽഹംദുലില്ലാ ഭയങ്കരമായ കമന്റ് എല്ലാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഓക്കെ, ബൈ.